നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 200 പേരുടെ ബിരിയാണി. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ കാറ്ററിംഗ് ചെയ്യുന്നവർക്കേ വെറുതെ ഇരുന്ന് വീട്ടമ്മമാർക്ക് തന്നെ കാശുണ്ടാക്കാൻ നല്ല വഴികളുണ്ട്. അതിനുള്ള ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു വീടിന് ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്മുടെ അയൽക്കൂട്ടം അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ ഒരു 5-6 പേര് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു കുറച്ച് ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു 200 പേർക്ക് നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കാറ്ററിംഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ ചെയ്യുന്നവർക്കോ ആണ് എങ്കിൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ എടുത്തോളൂ. കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബിരിയാണി, നോർമൽ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 200 പേരുടെ ബിരിയാണിയാണ്. 200 പേരുടെ ബിരിയാണി ചെയ്യുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിംഗുകാർ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനൊരു 6 ടിപ്പുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. 6-7 ടിപ്പുകൾ ഞാൻ പറയുന്നുണ്ട്. അതെന്തായാലും നോക്കാം. ആദ്യം നമുക്ക് നോക്കാം, ശരിയായ റൈസ് തിരഞ്ഞെടുക്കണം അല്ലേ. നമുക്ക് ബിരിയാണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റൈലിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞാൽ ചെറിയ റൈസാണ്. ബസ്മതി റൈസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബസ്മതി റൈസിനെയും കാട്ടി നമുക്ക് കോസ്റ്റ് കുറവും ടേസ്റ്റ് കൂടുതലും കൈമയും ജീരകശാലയുമാണ്. അപ്പോൾ ഈ 2 റൈസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക. ക്വാളിറ്റി നോക്കി വേണം നമ്മൾ റൈസ് എടുക്കാനായിട്ട്. അപ്പോൾ റൈസിൻ്റെ കാര്യത്തിൽ നമ്മളിത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, പിന്നെ അതുപോലെ നമുക്ക് ഈ റൈസ് എടുക്കുന്നത് ബൾക്കായിട്ട് എടുക്കുക. ഇപ്പോൾ 200 പേർക്കുള്ള റൈസ് തന്നെ എടുക്കുമ്പോഴത്തേക്ക് ബൾക്കായിട്ട് എടുക്കുക. ഇപ്പോൾ ഓർഡർ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, റൈസൊക്കെ ഇത്തിരി ബൾക്ക് എടുത്ത് വയ്ക്കുക. ബൾക്ക് റൈസ് നമ്മൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ചിക്കൻ്റെ സൈസ് കൺട്രോൾ. ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ചിക്കനാണ്. ചിക്കൻ എന്ന് പറയുന്നത് 1 കിലോ ചിക്കൻ എന്ന് പറയുന്നത് 8-10 പീസാണ്. 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8-10 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ നോക്കണം. വളരെ വലിയ പീസ് വേണ്ട. നമുക്ക് ബിരിയാണിക്ക്, മന്തിയൊക്കെയാണ് വലിയ പീസ്. അപ്പോൾ ബിരിയാണിക്ക് ഒരു ഇടത്തരം പീസ് മതി. 200 പേർക്ക് സാധാരണ 45 ടു ഒരു 55 കിലോ ചിക്കൻ മതിയാവും 200 പേർക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്ര കിലോ, അതാണ് ഞാൻ ഇതിൻ്റെ കണക്കെല്ലാം നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്. 200 പേർക്ക് ഒരു 45 ടു 55 കിലോ ചിക്കനാണ് വെച്ചാൽ. ഇതിൽ ഈ 200 നമ്മൾ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, കൂടുതൽ കഴിക്കുന്നവരുണ്ടാവും, കുറച്ച് കഴിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞത്. പിന്നെ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി എപ്പോഴും നന്നായിരിക്കും. നമ്മൾ ഏത് ഫുഡ് കൊടുത്തിരുന്നാലും അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും സൂപ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഓർഡറുകൾ വരത്തുള്ളൂ. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നട്ട്സ്, ഗീ, ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് കോസ്റ്റ് കൂടും. അതെല്ലാം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക. കാഷ്യൂ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. കിസ്മിസ് കുറച്ച് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ഗീ കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഓയിലുകൾ മിക്സ് ചെയ്ത്, വെളിച്ചെണ്ണ എടുക്കരുത് ഇതിനൊക്കെ. അങ്ങനെയുള്ള സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഓയിൽ മിക്സ് ചെയ്തിട്ട് അതെല്ലാം നമുക്ക് കോസ്റ്റ് കുറയുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ 4-മത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഡിഷ് സിമ്പിൾ ആക്കുക. നമ്മളിപ്പം സൈഡായിട്ട് സലാഡ് ഉണ്ടാവും, പിക്കിൾ ഉണ്ടാവും, പപ്പടം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള സൈഡ് ഡിഷുകൾ, ഇപ്പം നാരങ്ങ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറവാണ്. അതുപോലെ സീസൺ ആണെങ്കിൽ മാങ്ങ പിക്കിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറവാണ്. അപ്പം ആ സീസൺ ആകുമ്പോഴത്തേക്കുള്ള മാങ്ങ അങ്ങനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടമാങ്ങ പിക്കിള്, അതൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സും കൂടെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി പിക്കിൾ. അപ്പം നമുക്ക് സീസൺ ആണെന്നുണ്ടെങ്കിൽ മാംഗോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെമൺ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പിക്കിളുകൾ നമുക്ക് യൂസ് ചെയ്യാം. പപ്പടമൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് കൂടുതൽ പപ്പടമൊക്കെ നമുക്ക് മേടിച്ചു. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് പൈസ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് പർച്ചേസ്. 200 പേരുടെ ഇതിന് വേണ്ടി നമ്മൾ റീറ്റെയിൽ ഷോപ്പ് നിന്ന് വാങ്ങരുത് ഒരിക്കലും. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് വേണം മേടിക്കാനായിട്ട്. ചിക്കൻ ആണെങ്കിൽ നമ്മൾ ചിക്കൻ മാർക്കറ്റിൽ
ചിക്കൻ ഷോപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ വാങ്ങുക, റൈസ് ഹോൾസെയിൽ വാങ്ങുക, സ്പൈസസ് വാങ്ങുമ്പോഴും ഹോൾസെയിൽ വാങ്ങുക. ഇവിടെ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് തന്നെ ഒരു 5000 to 15000 വരെ നമുക്കതിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ രീതിക്കാണ് നിങ്ങൾ സാധനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15000-നകത്ത് വരെ നമുക്ക് അതിൽ നിന്ന് തന്നെ ലാഭം വരും. പിന്നെ 6ാമത്തെ പോയിന്റ് വെച്ച് ദം ശരിയായി ചെയ്യുക. ദം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദമ്മിൻ്റെ ടൈമിംഗ് ആണ്. ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആളുകൾ ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയും. അപ്പോൾ ആ ടേസ്റ്റ് എത്രയും നന്നായിരിക്കണം, ആ ദമ്മിലാണ് ആ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം ചേർന്നിട്ട് അവസാനമുള്ള ദമ്മാണ്. അപ്പോൾ ആ ദമ്മ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക, പ്രോപ്പർ ലെയറിങ് ഒക്കെ ചെയ്യുക. പിന്നെ ലെമൺ മിൻറ്റ് ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ഒണിയൻ യൂസ് ചെയ്യുക. അതായത് ഈ ഒണിയൻ ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് ഈ ലെയറിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. റോസ് വാട്ടറൊക്കെ വലിയ പൈസ ഇല്ല, പക്ഷെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഈ ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ, പിന്നെ ആ മസാല, പുതിന, ഇതൊക്കെയാണ് ആ ബിരിയാണിക്ക് ശരിക്കും ആ ഒരു സ്മെല്ലൊക്കെ വരുന്നത്. അല്ലാണ്ട് നമ്മൾ എസൻസ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര ഒഴിക്കുമ്പോൾ തന്നെ ആ ബിരിയാണിക്ക് നല്ല ഒരു വാസനയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ അടുത്ത 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് വേസ്റ്റ് കൺട്രോൾ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വേസ്റ്റ് ഫുഡ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വേസ്റ്റ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് സെർവിങ് ഞാൻ പറഞ്ഞ പോർഷൻ കൺട്രോള് അത് നമ്മൾ നോക്കുക. പാഴ്സലിൻ്റെ ക്വാണ്ടിറ്റി, അപ്പം നമ്മൾ ഓരോ ഇപ്പം അങ്ങനെ എടുക്കുന്നതിൻ്റെ പാഴ്സൽ ചെയ്ത് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കുക. റൈസ് ഓവർ കുക്ക് ആവരുത്, നോർമൽ കുക്ക് മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേസ്റ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ കോസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ബിരിയാണി എന്ന് പറയുന്നത് 180 രൂപ തൊട്ട് 220 രൂപയാണ് സാധാ ഒരു ബിരിയാണി. അങ്ങനെയല്ല, ഒരു പ്ലേറ്റ് ബിരിയാണി എന്ന് പറയണത് 180 രൂപ തൊട്ട് 200, അതിൽ കൂടുതലും ഉണ്ട് കേട്ടോ. അതിൽ കൂടുതലും ഇന്ന് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് കാറ്ററിംഗ് ചെയ്യുന്നവർക്കുള്ള ഒരു റേറ്റാണ്. 180 തൊട്ട് 220 വരെയാണ് ഒരു പ്ലേറ്റ്. പെർ പ്ലേറ്റിൻ്റെ ഒരു പ്രൈസ് ഞാൻ പറയുന്നത്. 200 പേർക്ക് 200 വച്ചിട്ട് തന്നെ കൂട്ടി കഴിഞ്ഞാൽ അതൊരു 40,000 രൂപ നമുക്ക് അതിൻ്റെ ആവും. പിന്നെ ഒരു ബാക്കിയുള്ള എക്സ്പെൻസ് ചിക്കൻ, റൈസ്, മസാല, ലേബർ, ഗ്യാസ്, ട്രാൻസ്പോർട്ട്, അതെല്ലാം കൂടെ തന്നെ ഒരു 32,000 രൂപയിൽ നമുക്ക് നിൽക്കുന്നതാണ്. പിന്നെ പ്രോഫിറ്റ് എങ്ങനെയായിരുന്നാലും അതൊരു 8,000 തൊട്ട് ഒരു 12,000 രൂപ വരെ നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടും. ഞാൻ ഈ പറഞ്ഞ കണക്കൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ടെൻഷനായിരിക്കും, എങ്ങനെയായിരിക്കും അയ്യോ ഇത് ഇത്ര നമുക്ക് നഷ്ടമാണ്. എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 200, 500, 1000 അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടും. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രോഫിറ്റ് കൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ ചിക്കൻ്റെ റേറ്റ് മാക്സിമം ബാർഗിൻ ചെയ്ത് മേടിക്കുക. അതുപോലെ റൈസിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, റൈസ് കൺട്രോൾ ചെയ്യുക. പിന്നെ ഫുഡ് വേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. ലിമിറ്റഡ് സൈഡ് ഡിഷ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം ശ്രദ്ധിക്കുക. സ്വന്തം വെസലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കാറ്ററിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് പാത്രം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരില്ല. അതൊക്കെ നമുക്ക് പ്രോഫിറ്റാണ്. ഫസ്റ്റ് നമ്മൾ എന്തായാലും നമ്മളൊരു കാറ്ററിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് എപ്പോഴും ആ ഓരോ ഓർഡർ വരുമ്പോഴും നമുക്കത് പ്രോഫിറ്റാണ്. പിന്നെ നമ്മൾ ആ പാത്രങ്ങളുടെ കോസ്റ്റ് അല്ല. വേണമെങ്കിൽ 200 പേർക്കുള്ള ബിരിയാണി നമുക്ക് റെഡിയാക്കുമ്പോഴത്തേക്ക് എത്ര വരും എന്നുള്ളത് നമ്മളൊന്ന് ഒരു നോട്ട്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓർഡർ വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും നമ്മൾ എടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എത്ര. അപ്പോൾ എപ്പോഴും നമ്മൾ റെക്കോർഡ് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു ഓർഡറിന് നമ്മൾ എന്തൊക്കെ എടുത്തു, എത്ര യൂസ് ചെയ്തു, അത് എത്ര പേർക്കാണ് നമ്മൾ കൊടുത്തതെന്ന്. അപ്പോൾ അടുത്തൊരു ഓർഡർ വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ ശരിക്കും യൂസാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റിയുടെയും ക്വാളിറ്റിയുടെയും കാര്യം ഞാൻ പറഞ്ഞു. അത് ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഓർഡറുകൾ വീണ്ടും വരത്തുള്ളൂ. പിന്നെ അതേപോലെയുള്ള ഈ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ
കൊടുത്തേക്കാം. എത്രയൊക്കെ നമ്മൾ എടുക്കുന്നു എന്നുള്ളത് 200 പേർക്ക് ഇപ്പോൾ എത്ര പുതിയതായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല എത്ര ചിക്കൻ വേണം, എത്ര മസാല വേണം, എത്ര റൈസ് വേണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഞാനൊന്ന് കൊടുത്തേക്കാം. എന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് നമുക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഡറൊക്കെ എടുത്ത് വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ മൗത്ത് പബ്ലിക്കിലൂടെ പറയുകയാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരു പേജൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പ് ഞാൻ പറയാം. ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് മോർണിംഗ് മാർക്കറ്റിൽ റേറ്റ് കുറവാണ് ചിക്കന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മോർണിംഗ് മാർക്കറ്റിൽ എപ്പോഴും ചിക്കന് റേറ്റ് കുറവായിരിക്കും, പിന്നീട് അത് കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ പോയി ചിക്കൻ വാങ്ങാൻ നോക്കുക. പിന്നെ റൈസ് വാങ്ങുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നത് അത് സോക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കാണ്. നമ്മളിപ്പം ഈ കാറ്ററിംഗ് കല്യാണത്തിനൊക്കെ വയ്ക്കുന്ന ആൾക്കാർ കണ്ടില്ല, അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും, സോക്ക് ചെയ്ത് വയ്ക്കും റൈസ്. അപ്പോൾ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. അത് രണ്ടാമത്തെ ടിപ്പ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഓയിൽ ഫ്രൈ ബൾക്കായിട്ട് ചെയ്യുക. ഒണിയൻ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് ബൾക്കായിട്ട് ചെയ്യുക. അതായത് നന്നായിട്ട് എത്രയാണോ ഫ്രൈ ചെയ്യാനുള്ള ഒണിയൻ അതൊന്നും സ്ലൈസ് ചെയ്ത് മാറ്റി വച്ചിട്ട് ഒത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാണ്ട് കുറച്ച് ഫ്രൈ എന്തായാലും നമുക്ക് ബിരിയാണിക്ക് ഒണിയൻ ഫ്രൈ ചെയ്ത് വേണം. അപ്പോൾ ഒണിയൻ ഫ്രൈ ചെയ്തത് ബൾക്കായിട്ട് ചെയ്യുക. പിന്നെ പാഴ്സലിൻ്റെ കൺട്രോൾ ഞാൻ പറഞ്ഞു, പാഴ്സലിൻ്റെ കൺട്രോള് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദമ്മിൻ്റെ ടൈമിങ്, നമ്മൾ ദം ബിരിയാണിയുടെ ടൈമിങ്, ആ ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ദം ചെയ്യുന്നതിന് ഉള്ള ആ ടൈമിങ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓവർ ദം ആവാനും പാടില്ല, അതിൻ്റെ പാകത്തിന് ഒരു ടൈം. അത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്ര ടൈം എടുത്തു, എത്ര സമയമാണ്, എത്ര റൈസ് ഇട്ടു, എങ്ങനത്തെ പാത്രത്തിൽ ചെയ്തു, ഇതെല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദം ചെയ്യുന്ന പാത്രം, ദം ചെയ്യുന്ന ടൈമിങ്, ദം ചെയ്യുന്ന രീതി, അതിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം ബിരിയാണി നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം അതിൻ്റെ ഫ്ലേവറിൻ്റെയും ടേസ്റ്റിൻ്റെയും ക്വാളിറ്റിയെയും ബെറ്റർ ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ നമുക്ക് ഒരു നല്ല പ്രോഫിറ്റിൽ എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിരിയാണി ഉണ്ടാക്കി. ഇന്നിപ്പോൾ എല്ലാ ഫംഗ്ഷനും ആൾക്കാർക്ക് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്ത് നല്ലൊരു പൈസ നമ്മുടെ പോക്കറ്റിൽ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.